ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലേവർ സ്പോട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റായോ സ്നാക്കായോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി എഗ് റോളുമായിട്ടാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പം എഗ് റോൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇത് നല്ലോണം പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താലും മതി. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഒട്ടും കട്ടയില്ലാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ വെച്ച് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇപ്പോൾ ഉപ്പ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പം എഗ് റോളിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ട മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പം മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1/2 കഷ്ണം തക്കാളി, 1/4 കഷ്ണം ഉള്ളി, ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസിൻ്റെ അളവും അതുപോലെ ഏതൊക്കെ വെജിറ്റബിൾസ് ചേർക്കണമെന്ന് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം. ഇനി എഗ് റോൾ റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിക്കാൻ പാടില്ല. ഇത് കുറച്ച് സമയം വെച്ച് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ 1 മിനിറ്റ് വെച്ചിരുന്നതിന്റെ മേലെ ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മേലെ ഭാഗം ഒന്ന് കുക്കായി വരുന്നത് വെയിറ്റ് ചെയ്യാം. ഇപ്പം മേലെ ഭാഗം ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് വെച്ചപാടും പെട്ടെന്ന് തന്നെ തിരിച്ചിടുക. അപ്പുറത്തെ സൈഡ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പൊട്ടാതെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓപ്ഷണലാണ് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പം ഞാൻ കുറച്ച് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഇല്ലെങ്കിലും കയ്യിലില്ലെങ്കിലും ചേർക്കണം എന്നില്ല. ഇത് ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതില്ലാതെയും കഴിക്കാൻ ഇത് ടേസ്റ്റിയാണ്. ഇനി ഇത് ചീസ് മെൽറ്റായി വരുന്നവരെ ഒരു 2-3 മിനിറ്റ് നമുക്ക് അടിച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ചെയ്തതാണ്, മലയാളത്തിലല്ല. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ചീസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത്
കോരി മാറ്റാം. ഇപ്പം നിങ്ങൾ ചീസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ തിരിച്ചൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്താൽ മതി. ഞാനിത് കിച്ചൺ ടിഷ്യൂലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇത് ചൂടോടെ തന്നെ റോൾ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇത് റോൾ ചെയ്യാം. നല്ലോണം ടൈറ്റായി റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ കൊണ്ട് ഞാൻ 2 റോളാണ് ഉണ്ടാക്കിയത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എഗ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.